കഴിഞ്ഞ കുറേയധികം കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അണ്ടർ 17 വേൾഡ് കപ്പിലൂടെ വരവറിയിച്ച മലയാളി താരം തൃശൂർ KP. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെ രാഹുൽ KP കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പല സമയത്തെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് പല ഇന്ത്യൻ താരങ്ങളിലും കാണാത്തതാണ്. കാരണം ഇത്രയധികം റോ ടാലൻ്റ് ഉള്ള ഒരു പ്ലെയർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ നമ്മളതിനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മൗനത്തോടെ അർദ്ധസമ്മതത്തോടെ ഇല്ലെന്ന് പറയുന്നതായിരിക്കും ശരി. രാഹുൽ KPയുടെ ടാലൻറ്റിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തേച്ച് മിനുസപ്പെടുത്തി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ സത്യം. അതേ രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്ന തരത്തിൽ റൂമറുകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു തുടങ്ങിയിരുന്നു. നേരത്തെ ബംഗളൂരു FC ആയിട്ടും ചെന്നൈയിൻ FC ആയിട്ടും ഒക്കെ ചേർത്ത് വെച്ച് രാഹുൽ KPയെ സംബന്ധിച്ച റൂമറുകൾ പ്രചരിച്ചിരുന്നു. ഇപ്പം ബംഗാളി ജേർണലിസ്റ്റ് ആയിട്ടുള്ള സോഹൻ പോട്ടർ ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കിയേക്കും എന്ന തരത്തിലൊരു റൂമർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈസ്റ്റ് ബംഗാളിന് രാഹുൽ KPയിൽ താല്പര്യമുണ്ടായിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈസ്റ്റ് ബംഗാൾ ഒരു മിനി ബ്ലാസ്റ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ KPയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാഹുൽ KPയെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെക്കുലേഷൻസിനും അസംഷൻസിനും ഒന്നും യാതൊരു സ്ഥാനവുമില്ലെന്ന് നമുക്ക് വിലയിരുത്താം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ബ്ലാസ്റ്റേഴ്സ് കളിപ്പിക്കാനിരിക്കുന്ന ഒരു താരത്തിനെ എന്തായാലും കളിപ്പിക്കും. അല്ലാതെ വിട്ട് കളയാൻ നിൽക്കുന്ന താരത്തിനെ എന്തായാലും ഒരു മെയിൻ മത്സരം കളിപ്പിക്കാൻ മാത്രം ബ്ലാസ്റ്റേഴ്സ് ബുദ്ധിശൂന്യത കാണിക്കില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് രാഹുൽ കളിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്നുള്ള റൂമറുകളൊക്കെ ഏതാണ്ട് അവസാനിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.